ശരിക്കും ഒരു പേടി തോന്നുന്നുണ്ട് കേട്ടോ. അതായത് കേരളത്തിൽ നടക്കുന്ന ഇലക്ഷൻ പ്രചരണങ്ങളും, അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന മതപരമായിട്ടുള്ള പല കൊണോട്ടേഷൻസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് സത്യത്തിൽ ഒരു ഒരു പേടിയില്ലായ്കയില്ല. നമ്മള് എങ്ങോട്ടാണ് ഈ സഞ്ചരിച്ച് പോകുന്നേ? നമ്മള് ആ ഒരു താൽക്കാലികമായിട്ടുള്ള രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിനെ നമ്മൾ എവിടെ കൊണ്ടുപോയിട്ടാ കെട്ടുന്നേ? ഇത്രയും കാലം ഒരു കോഎക്സിസ്റ്റിങ്ങിലൂടെ ജീവിച്ച അല്ലെങ്കിൽ മുന്നോട്ട് പോയ ഈ ഒരു സമൂഹം അതൊന്നും ഇല്ലാണ്ട് മതപരമായിട്ടുള്ള റിഫ്റ്റും വേർതിരിവൊക്കെ ആയി ക്ലസ്റ്റേർഡ് ആയിട്ടുള്ള സൊസൈറ്റിയിലോട്ട് നമ്മൾ നടന്നടുക്കുകയാണോ എന്നുള്ളൊരു തോന്നലുണ്ട്. അതായത് ഓക്കെ, സ്വത്വബോധം ആൾക്കാർക്ക് കൂടി എന്ന് പറയുന്ന സാധനം. ഞാനൊരു ഹിന്ദു ആണ്, അപ്പോൾ അല്ലെങ്കിൽ ഞാനൊരു മുസ്ലിം ആണ്, അല്ലെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ഇത് ആ മനുഷ്യന്റെ എല്ലാ സാമൂഹിക സാംസ്കാരിക ഏത് വ്യവഹാര മേഖലകളിലും പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊരു കാര്യം കാണുന്ന സമയത്ത് മതപരമായിട്ടുള്ള തോട്ട് വെച്ച് ചിന്തിക്കുന്ന രീതിയിലേക്കുള്ള മാറ്റം വല്ലാണ്ടായിട്ട് നമുക്ക് വിസിബിൾ ആവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ പേരാമ്പ്രയില്, നമുക്കറിയാലോ പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് ഫാത്തിമ തെഹലിയ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരിയുടെ എന്താ പറയാ, പുള്ളിക്കാരിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ പ്രചരണം, ജീപ്പിൽ നടക്കുന്ന പ്രചരണത്തിന്റെ ഒരു ഒരു ഓഡിയോ അല്ലെങ്കിൽ അതിന്റെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് സത്യത്തില് ആ ഒരു ഭയം ഇരട്ടിക്കുന്നേന്നുള്ളതാണ്. അപ്പോ ആ വീഡിയോ ഒന്ന് നമുക്ക് കാണാം, എന്താണ് അതിനകത്ത് പറയുന്നേന്നുള്ളത്. പേരാമ്പ്രയുടെ മണ്ണിൽ ഒരു സഹോദരിയെ സ്ഥാനാർത്ഥിയാക്കി മുസ്ലിം ലീഗ് നടത്തുന്ന സ്വകാര്യ പ്രചാരണം നമ്മുടെ വോട്ടുകൾ നമ്മുടെ കൗമിലെ കുട്ടിക്ക് എന്നാണ്. അത് മത ഏകീകരണത്തിന്റെ ചിഹ്നം വിളിയാണ്. അതായത് മുസ്ലിം ലീഗ് നടത്തുന്ന പ്രചരണം നമ്മുടെ കൗമിലെ കുട്ടിക്ക് വോട്ട് എന്നാണ് എൽ ഡി എഫിന്റെ ഒരു അനൗൺസ്മെന്റിൽ പറയുന്നേ. അതായത് യു ഡി എഫ്, മുസ്ലിം ലീഗ് പറയുന്നത് ഫാത്തിമ തെഹലിയ ഒരു മുസ്ലിമാണ്, അതുകൊണ്ട് മുസ്ലിങ്ങള് മുസ്ലിമായ ഫാത്തിമ തെഹലിയക്ക് വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് മുസ്ലിം ലീഗ് പ്രചരണം നടത്തുന്നതെന്നാണ് എൽ ഡി എഫ് പറയുന്നത്. ഈ ഒരു സിനാരിയോ ആണ് ബേസിക്കലി ഭയപ്പെടുത്തുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ ഇതിനെ ഒന്നും കൂടെ ഒന്ന് ഫ്രെയിം ചെയ്ത് നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടെ ഡീപ്പറായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വളരെ പെരിഫറൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം എന്ത്, വളരെ ജനാധിപത്യം എന്ന് പറയാൻ പറ്റില്ല, വളരെ വർഗീയമൊന്നുമല്ലാതെ വളരെ ലിബറൽ ആയിട്ട് ഈ പറയുന്ന സെക്യുലറിസത്തിനൊക്കെ ചേർത്ത് പിടിക്കുന്ന എൽ ഡി എഫ് അങ്ങനെ ഒരു കാര്യം, അല്ലെങ്കിൽ എൽ ഡി എഫ് ഒരു പ്രചരണം നടത്തുകയാണ്, അല്ലെങ്കിൽ എൽ ഡി എഫ് പറയുകയാണ് അപ്പുറത്ത് മതപരമായിട്ടുള്ള ഒരാളാണ് നമ്മൾ അങ്ങനെ വോട്ട് ചെയ്യരുത് എന്നുള്ളത്. സത്യത്തില് മുസ്ലിം ലീഗ് നടത്തുന്ന പ്രചരണം ഇന്നതാണ് എന്നുള്ളത് ആരോടാണ് അവർ പറയുന്നതെന്നുള്ളതാണ്. അത് അവർ പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിനോടാണോ, അല്ലെങ്കിൽ മുസ്ലിങ്ങളോടാണോ അവർ പറയുന്നേ? മുസ്ലിങ്ങളോടാണോ അവർ പറയുന്നത് ഫാത്തിമ തെഹലിയ മുസ്ലിം മതത്തിൽപ്പെട്ട ഒരാളാണ്, അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക്, മുസ്ലിം ആയിട്ടുള്ള ഫാത്തിമ തെഹലിയക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് മുസ്ലിം ലീഗ് പ്രചരണം നടത്തുന്നു എന്നുള്ളത് എൽ ഡി എഫ് പറയുന്നത് മുസ്ലിങ്ങളോട് തന്നെയാണോ അല്ലയോ എന്നുള്ളതാണ്. യഥാർത്ഥത്തില് നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, സത്യത്തില് ഇങ്ങനെ ഒരു കാര്യം മുസ്ലിം ലീഗ് ചെയ്യുന്നു എന്നുള്ളത് ഇവർ പറയുന്നത് ആരോടാ? അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരോടാണ്. അപ്പോ അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ കൺസോളിഡേറ്റ് ചെയ്യുക ഇപ്പുറത്തോട്ട്. ഇങ്ങനെ ഒരു കാര്യം മുസ്ലിം ലീഗ് ചെയ്യുന്നു എന്നും പറഞ്ഞ് ഇപ്പുറത്തൊരു കൺസോളിഡേഷൻ ഉണ്ടാക്കുക എന്ന പരിപാടിയല്ലേ സത്യത്തിൽ അതിൽ നടക്കുന്നേ. ഇതാണ് ഭയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞത്. കാരണം നമുക്കറിയാലോ കേരളത്തിനെ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവന്നത്, ഡെവലപ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല, സാംസ്കാരികമായിട്ട് കേരളത്തിന് ഒരു മുന്നോക്കം ഉണ്ടാക്കി കൊടുത്തത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണെന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഭൂപരിഷ്കരണം പോലെ എഡ്യൂക്കേഷൻ, അങ്ങനെ പല കാര്യങ്ങളും പല സെക്ടറുകളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിൽ അതിനൊരു മുൻപന്തിയിൽ നിന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എവിടെ ലോകത്തിൽ തന്നെ ചർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് ഇലക്ടറൽ വോട്ടിങ്ങിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നിലനിൽക്കുന്ന ഒരു സ്ഥലം കേരളം എന്നുള്ളത്. അപ്പൊ നമ്മുടെ സംസ്കാരത്തിന്റെയും കൂടെ ഭാഗമാണ് ബേസിക്കലി ഇടതുപക്ഷം എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ഒരു ഒരു
കേരളത്തിലുള്ള മൊത്തം ജനങ്ങൾ ഒരു ഹോൾ കമ്മ്യൂണിറ്റി ആയിട്ട് എടുക്കുന്ന സമയത്ത് അതിനെപ്പോഴും ഒരു 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 ലെഫ്റ്റ് ലീനിങ് ഒരു ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ നിന്നിരുന്ന ഒരു പാർട്ടി അത് അവിടുന്ന് ഷിഫ്റ്റ് എടുക്കുകയാണ്, അല്ലെങ്കിൽ അവിടുന്ന് ഒരു ടേൺ എടുത്തിട്ട് വേറൊരു ലെവലിലോട്ട് പോവാന്ന് പറയുന്നതാണ് വീണ്ടും എഗെയിൻ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കേരളത്തിൽ വളരെ റൂട്ടഡ് ആയിട്ടുള്ള സിസ്റ്റം ഉള്ളതാണ്. ആ സിസ്റ്റത്തിനെ വേറൊരു ലെവലിലോട്ട് ടേൺ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്യന്തം അപകടകരമാണ് എന്നുള്ളതാണ്. ഒരിക്കലും ഇത്ര എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള രീതിയിൽ ഈ പറയുന്ന വർഗീയതയെ അല്ലെങ്കിൽ മതവർഗീയതയെ മുൻനിർത്തിയിട്ട് ഈ ഒരു ലെഫ്റ്റ് ഗവൺമെന്റും പ്രചരണം നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഇത്രയേറെ മതവർഗീയപരമായിട്ടുള്ള കേരളത്തിൽ ധ്രുവീകരണം ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതും വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഈവൻ ബാബറി മസ്ജിദ് ധ്വംസനം നടന്ന സമയത്താണെന്നുണ്ടെങ്കിലും, ഗോത്ര കലാപം നടന്ന സമയത്താണെന്നുണ്ടെങ്കിലും, കേരളത്തിലല്ല, ഇന്ത്യയില് എവിടെ ഒരു കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടായിരുന്ന സമയത്ത് പോലും കേരളത്തിൽ അതിന്റെ ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള വേവ്സും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അത് കേരളത്തിലുള്ള ആളുകളുടെ ഒരു ഗുണം കൂടെയാണ് അത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പെരുമാറിയിരുന്ന ഒരു സിസ്റ്റവും അല്ലെങ്കിൽ അത്തരം ലീഡർഷിപ്പും ആ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവണത എന്ന് പറയുന്നത്, അന്ന് നമ്മൾ എന്തിനെയാണോ എതിർത്തത്, ആ എതിർത്ത കാര്യങ്ങളെ മുതൽക്കൂട്ടാക്കി, അല്ലെങ്കിൽ അന്ന് നമ്മൾ എതിർത്തതിനെ ഇന്ന് നമ്മൾ കൈപിടിക്കുകയും അതിനെ മുതൽക്കൂട്ടാക്കി ഒരു പൊളിറ്റിക്കൽ ഒരു വിക്ടറി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഇത് അത്യന്തം ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഒരിക്കലും കേരളത്തിന്റെ ഇലക്ഷൻ പ്രചരണങ്ങളിൽ മതം ഒരു ഫാക്ടറായിട്ട്, ഇത്രയേറെ ഒരു ഫാക്ടറായിട്ട് വന്ന ഒരു സമയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അതായത് ഇത്ര എക്സ്പ്ലിസിറ്റ് ആയിട്ട് പല കോണുകളിൽ നിന്നും മതം ഒരു സെൻട്രൽ തീമായിട്ട് ഒരു ഇലക്ഷൻ വരിക എന്ന് പറയുന്നത്. ഇപ്പോ ഇവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്, അതുകൊണ്ട് നമ്മൾ അവരെ തോൽപ്പിക്കണം, അതുകൊണ്ട് നമ്മൾ ഇവിടെ ആളെ നിർത്തുന്നില്ല, നമുക്ക് അവരെ തോൽപ്പിച്ചേ പറ്റൂ. ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സാധനങ്ങളുടെ ഒരു ഇന്റർപ്ലേ നടക്കുന്ന ഒരു ഇലക്ഷൻ ആയിട്ട് ഇത് മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ എഗെയിൻ അപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോയും കൂടെ കാണാൻ ഇടയാവുന്നത്. അതായത് മുസ്ലിം ലീഗ് ഫാത്തിമ തെഹ്ലിയക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കുന്നത്, ഫാത്തിമ തെഹ്ലി ഒരു 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 മുസ്ലിമാണ്, അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ഫാത്തിമ തെഹ്ലിയക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന സാധനം. ഇതേ സാധനം പണ്ട് ഷാഫി പറമ്പിൽ മത്സരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതാണത്. കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കിയത് ഏകദേശം അതിനോടൊരു റിസംബ്ലൻസസ് തോന്നുന്ന രീതിയിൽ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് വരുന്ന ഒരു പ്രചരണമായിട്ട് ഇത് മാറി എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇടതുപക്ഷത്തിനും ഇടത് പാർട്ടികൾക്കും ഈ തരത്തിലുള്ള ട്രെൻഡിന്, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ എടുത്ത് ഇലക്ഷൻ പ്രചരണത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇടത് ഐഡിയോളജിയിലോ അല്ലെങ്കിൽ ഇടതിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളിലോ ഒന്നും പെടാത്തൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ തരത്തിലുള്ള പ്രചരണം എന്ന് പറയുന്നത്. കേരളത്തിലെ ജനങ്ങളെ മുന്നോട്ട് എത്തിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അവരെ ചിന്താശേഷിയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് പലപ്പോഴും ഇടത് ഐഡിയോളജി ആണെന്നുള്ളതും നമുക്ക് കാണാൻ പറ്റും. നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ചതും നമ്മുടെ റൈറ്റിനെ കുറിച്ച് നമുക്ക് അബോധം നമുക്ക് ഉണ്ടാക്കി തന്നതും എല്ലാം ലെഫ്റ്റ് പാർട്ടികളായിരുന്നു കേരളത്തിൽ എന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതല്ലാത്ത പാർട്ടികളുണ്ട്, മൊത്തത്തിൽ നിരാകരിക്കുകയോ തള്ളിപ്പറയുകയല്ല. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സംവിധാനം എങ്ങനെ ഈ വിധത്തിലേക്ക് മാറി എന്നുള്ളതാണ്. ആ മാറ്റമാണ് കേരളത്തിനെ അപകടപ്പെടുത്തുന്നതും ആ മാറ്റം കേരളത്തിലുള്ള ആളുകൾ ഭയത്തോടെ നോക്കി കാണേണ്ടതുമാണെന്നുള്ളതാണ്.